students, welcome to Masterminds Education online classes. So നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡൽ പറഞ്ഞു, എങ്ങനെ ക്വസ്റ്റ്യൻസ് വരിക എന്നൊക്കെ പറഞ്ഞു. ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഇനി നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് കൂടെ നോക്കാം. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? സെക്കൻഡ് ക്വസ്റ്റ്യനിലും രണ്ട് പാർട്ട് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് ഇതാണ്, സെക്കൻഡ് പാർട്ട് ഇതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ടിലെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. The intercepts made by the line 3x minus 2y plus 12 equal to 0 on the coordinate axis are. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ലൈൻ ഉണ്ട്, 3x minus 2y plus 12 equal to 0 എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ട്. ഈ ലൈന് കോർഡിനേറ്റ് ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും. സോ കോർഡിനേറ്റ് ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് ചിലപ്പോൾ ഏതെങ്കിലും പോയിന്റിൽ വെച്ചിട്ട് ഇന്റർസെപ്റ്റ് ചെയ്യാം. ഇതിങ്ങനെയാണെങ്കിൽ ലൈന് പാസ് ചെയ്യുമ്പോൾ ഇത് വൈ എന്ന് പറഞ്ഞാൽ വൈയിൽ ഒരു പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്തു, എക്സിലൊരു പോയിന്റിൽ ഇന്റർസെപ്റ്റ് ചെയ്തു. അപ്പോൾ ആ ഇന്റർസെപ്റ്റ് ചെയ്ത പോയിന്റ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഈ ലൈൻ 3x minus 2y plus 12 equal to 0 എന്ന് പറഞ്ഞ ലൈൻ കോർഡിനേറ്റ് ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ അതുണ്ടാക്കുന്ന ഇന്റർസെപ്റ്റ്സ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അത് ഏതൊക്കെ പോയിന്റിലാണ് ഇന്റർസെപ്റ്റ് ചെയ്യാന്നാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? 3x minus 2y equal to minus 12. അത് ഈ 12നെ ഇപ്പുറത്തോട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് -12 എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളെ സ്റ്റാൻഡേർഡ് ഫോർമുല എങ്ങനെയാണ്? yx/a + y/b = 1 ആണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം? അതായത് ഇന്റർസെപ്റ്റ് ഫോമിലുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ അതാണ് ഇത്. എന്ത്? x/a + y/b = 1. അപ്പോൾ ഇതെന്തായിരിക്കണം? എപ്പോഴും ഇത് ടേം 1 ആയിരിക്കണം. അപ്പോൾ നമ്മളെ ഇക്വേഷൻ എന്താണ് ഇവിടെ? 3x minus 2y equal to -12 ആണ്. അപ്പോൾ നമ്മൾ ഇതിനെ ഈ ഫോമിലേക്ക് ആക്കാൻ, ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം ആണ്. അതെന്താണ്? x/a + y/b = 1. അപ്പോൾ ഇവിടെ എന്താണ്? ഈ ടേം എപ്പോഴും 1 ആയിരിക്കണം. അപ്പോൾ നമുക്ക് നമ്മളെ ഇക്വേഷൻ എന്താണ്? ഗിവൺ ഇക്വേഷൻ എന്താണ്? 3x minus 2y plus 12 equal to 0. അപ്പോൾ 12നെ അപ്പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ -12 എന്നായി. പക്ഷെ അവിടെ 1 കിട്ടില്ലല്ലോ. ഇവിടെ ഈ ടേം എപ്പോഴും 1 ആയിരിക്കണ്ടേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? -12 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്യുക. -12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ടേം 1 ആവും അല്ലേ? ഇവിടെ എന്ത് വരും? -12. ഇവിടെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇവിടെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പം എന്ത് കിട്ടും? 3/-12. 3/-12 ഇവിടെ 3 കൊണ്ട് കട്ട് ചെയ്ത് എന്ത് കിട്ടും? x/-4. ഇവിടെ 2/12 ആണ്, 2y/12. അപ്പം എന്ത് വരും? ഇവിടെ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 1/6 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഈ മൈനസും ഈ മൈനസും പ്ലസ് ആയി. അപ്പോൾ അവിടെ എന്ത് വരും? ദാറ്റ്സ് ഈക്വൽ ടു 5/6 എന്ന് കിട്ടും. ഇവിടെ -12/-12 എന്താവും? 1 ആയി. അപ്പോൾ നമുക്ക് ഇതിനെ -12 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? x/-4 + y/6 = 1 എന്ന് കിട്ടി. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ ഫോമിലായില്ലേ? അത് x/a + y/b = 1 എന്നുള്ള ഫോമിലായില്ലേ ഇത് അല്ലേ? ഇനി എന്ത് ചെയ്യാം? കമ്പയറിങ് ഇറ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം. അതായത് ഇതാണ് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ. സോ ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x/a എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? x/-4. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? a = -4 എന്ന് കിട്ടി. y/b ഇവിടെ എന്താണ്? y/6 ആണ്. സോ b = 6. ഹെൻസ് the intercepts on the x-axis and y-axis respectively are -4 and 6. അതായത് നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. ലൈൻ തന്നിട്ടുണ്ട്, ആ ലൈന് കോർഡിനേറ്റ് ആക്സിസിലൂടെ പാസ് ചെയ്യുമ്പോൾ മെയ്ഡ് ചെയ്യുന്ന ഇന്റർസെപ്റ്റ് പോയിന്റ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോം എഴുതാം. x/a + y/b = 1. എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഗിവൺ ലൈനിനെ ഇങ്ങനെ മാറ്റിയിട്ട് എഴുതാം. പിന്നെ ഇവിടെ 1 ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ -12 ആണ്. സോ -12 കൊണ്ട് രണ്ട് സൈഡിലും ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ്റെ ടേംസിലാവും. അതായത് x/-4 + y/6 = 1 എന്നായി. ഇതും തമ്മിൽ കമ്പയർ ചെയ്യാം. ഈ കിട്ടിയ ഇക്വേഷൻ എന്ത് ചെയ്യാം? സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഇൻ ഇന്റർസെപ്റ്റ് ഫോമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻ്റെ വാല്യൂ -4 എന്ന് കിട്ടി, ബിൻ്റെ വാല്യൂ 6 എന്ന് കിട്ടി.
ഓക്കെ, സോ ലാസ്റ്റ് ഇതിൻ്റെ വാല്യൂ എഴുതി. സോ ഇന്റർസെപ്റ്റ് ഓൺ ദ എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് റെസ്പെക്റ്റീവ്ലി ആർ -6 and -4. സോ therefore ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ അല്ലേ, -4 and 6. ലാസ്റ്റ് ഇതെടുത്ത് എഴുതണം കേട്ടോ, ഓപ്ഷൻ ബി -4 and 6. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. സെക്കൻഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട് എന്താണ് ആ ക്വസ്റ്റ്യൻ? ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 3, 7 and -2, 5 ഈസ്. അതായത് രണ്ട് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഇത് എ എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക, ഇത് ബി എന്ന് പറയുന്ന പോയിന്റ് എടുക്കുക. ഈ രണ്ട് പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാനാണ്. ഓക്കെ, ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 points എ ആൻഡ് ബി. അപ്പോൾ നമുക്ക് അതിന്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. x1 y1 ഉം x2 y2 തന്നിട്ടുണ്ട്. സോ ഇക്വേഷൻ എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ്, ഇത് ഈ ഫോർമുല ഇമ്പോർട്ടൻ്റ് ആണ്. ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 points എ ആൻഡ് ബി ഈസ്. രണ്ട് പോയിന്റ്സിലൂടെ പാസ് ചെയ്യുന്ന ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഫോർമുല y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. ഇത് ഓർമ്മയില്ലേ? ഈ ഫോർമുല എല്ലാവർക്കും ഓർമ്മയില്ലേ? എന്തായിരുന്നു? ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 points എന്തായിരുന്നു? y minus y1 is equal to y2 minus y1 by x2 minus x1 into x minus x1. ഓക്കെ, സോ ഇവിടെ എന്താണ്? x1 ഉം y1 ഉം തന്നിട്ടുണ്ട്. സോ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ പോരെ? x1 y1 x2 y2. അപ്പോൾ ഇവിടെ x1 y1 x2 y2 തന്നിട്ടുണ്ട്. ദെൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? y minus y1 7, then y2 minus y1, y2 എന്നുള്ളത് 5 ആണ്, y1 7 ആണ്. സോ 5 minus 7 divided by x2 minus x1. x2 എന്ന് പറയുന്നത് -2, x1 എന്നുള്ളത് 3. സോ -2 minus 3 into x minus x1 എന്താണ്? x minus 3 എന്ന് വരും. which is equal to y minus 7 is equal to ഇവിടെ എന്ത് കിട്ടും? 5 minus 7 -2, -2 minus 3 -5 എന്ന് കിട്ടും into x minus 3. then ഇവിടെ എന്ത് ചെയ്യാം? ഇവിടെ ആക്ച്വലി എന്ത് വരും? ഇത് എങ്ങനെയല്ലേ വരിക? y minus 7 is equal to -2 minus 5 into x minus 3 അല്ലേ? അപ്പോൾ ഈ മൈനസും മൈനസും ക്യാൻസലായി. ദെൻ ഈ 5നെ ഇങ്ങോട്ട് എടുക്കുക. അതാണ് ഇത് എഴുതിയിട്ടുള്ളത്. 5 into y minus 7 into 2 into x minus 3. അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എന്ത് കിട്ടും? 5y, ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്യാം. സോ 5y ഇവിടെ എന്ത് കിട്ടും? 35, ഇവിടെ 6 അല്ലേ? അപ്പോൾ നമ്മൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതി കഴിയുമ്പോൾ എന്ത് കിട്ടും? 2x minus 5y plus 29 is equal to 0 എന്ന് കിട്ടി. ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ റൈറ്റ് ആൻസർ അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ എഴുതുന്നത് ഞാൻ പറഞ്ഞു, ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യേണ്ടതാണെങ്കിൽ ഇക്വേഷൻ നിർബന്ധമായിട്ടും എഴുതണം. അപ്പോൾ ഈ ഇക്വേഷൻ ആദ്യം എഴുതാം. ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 points. ഇക്വേഷൻ എഴുതി എന്നിട്ട് നമ്മൾ പോയിന്റ്സ് തന്നിട്ടുണ്ട്. x1 y1 x2 y2 തന്നിട്ടുണ്ട്. സോ അത് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് റിക്വയർഡ് ഇക്വേഷൻ കിട്ടും. ക്ലിയർ അല്ലേ? ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ 2 points കിട്ടും. ഇക്വേഷൻ എല്ലാവരും ഓർത്ത് വയ്ക്കണം കേട്ടോ. ഇക്വേഷൻസ് എല്ലാ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല എല്ലാവർക്കും ഓർമ്മ വേണം. ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യനിലെ ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും നമ്മൾ നോക്കി. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ. തേർഡ് ക്വസ്റ്റ്യൻ എന്താണ്? തേർഡ് ക്വസ്റ്റ്യനിലും ഉണ്ട് ഓർ ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് പാർട്ട് എന്താണ്? ദ സെന്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ 4x² plus 4y minus 2x plus 3y minus 6 equal to 0. അതായത് ഇതാണ് നമ്മുടെ സർക്കിളിൻ്റെ ഇക്വേഷൻ. സോ അതിൻ്റെ സെൻറ്ററും റേഡിയസും ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഈ ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇതല്ലേ? അതായത് ജനറൽ ഫോം ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? x² plus y² plus 2gx plus 2fy plus c is equal to 0.
ഇതാണ് നമ്മളെ ജനറൽ ഫോം. സർക്കിളിന്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, അപ്പൊ നമ്മളെ ഗിവൺ ഇക്വേഷൻ എന്താണ്? 4x² + 4y - 2x + 3y - 6 = 0 ആണ് നമുക്ക് തന്നിട്ടുള്ള ഇക്വേഷൻ. ആ തന്നിട്ടുള്ള സർക്കിളിന്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് റേഡിയസും സെന്ററും കാണണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫോമിലേക്ക് ആക്കാം. അതായത് x² y² കോഎഫിഷ്യന്റ് എന്തായിരിക്കണം? എപ്പോഴും എന്തായിരിക്കണം? 1 ആയിരിക്കണം. അപ്പോൾ ഇവിടെ എന്താണ് x² y² കോഎഫിഷ്യൻസ് 4 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് വരും? ഇവിടെ 4, അപ്പോൾ x² കിട്ടും, ഇവിടെ y² കിട്ടും, ഇവിടെ 2/4 എന്ന് വരും, which is equal to 1/2. ഇവിടെയും 4, ഇവിടെ 4. അപ്പോൾ എന്ത് വരും? x² + y², ഇവിടെ 2/4x എന്ന് വരും, അതെന്താവും? -x/2 + 3y/4 -x/4 എങ്ങനെ എഴുതാം? 3/2 എന്നാക്കിയിട്ട് എഴുതാം, which is equal to 0. ഇത് നമ്മളെ ഇക്വേഷൻ 1 ആയിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് ഇതേ ഫോമിലായില്ലേ? ഇതെന്ന് പറയുന്നത് ഈ ഫോമിലായില്ലേ? ഇത് x² + y² + 2gx + 2fy + c = 0 എന്നുള്ള ഫോമിലായി. ഇതെന്ന് പറയുന്നത് 2gx, ഇത് 2fy, ഇത് c. അപ്പൊ എന്താണ് ഇത്? നമുക്ക് എങ്ങനെ എഴുതാം? 2g എന്ന് പറയുന്ന ടേം എന്താണ് കിട്ടുക? -1/2 എന്നാണ് കിട്ടുക. 2f എന്ന് പറയുന്നത് എന്താണ്? 3/4 ആണ്. c എന്ന് പറയുന്നത് -3/2. അപ്പോ എന്ത് കിട്ടും? 2g = -1/2 ആണ്. അപ്പൊ g എന്താ കിട്ടുക? -1/4. 2f എന്ന് പറയുന്നത് 3/4 ആണ്. സോ f is equal to 3/8 അല്ലേ? c എന്ന് പറയുന്നത് എന്താണ്? ഇത് c itself ആണ്. സോ -3/2. ദെൻ നമുക്കറിയാം ഇങ്ങനെ ജനറൽ ഫോമിലാണ് നമ്മൾ സർക്കിളിന്റെ ഇക്വേഷൻ എന്നുള്ളത്. ജനറൽ ഫോം ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് ഇതാണ്. സോ സർക്കിളിന്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? സർക്കിൾ അല്ല, സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്താ വരിക? -g ആൻഡ് -f. അതായത് എച്ചിന്റെ വാല്യൂ എന്ത് വരും? -g എന്നും വരും, കെന്റെ വാല്യൂ -f എന്നും വരും അല്ല? ഇത് നിങ്ങൾ പഠിച്ചതല്ലേ, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ആ ഡെറിവേഷൻ വന്നത് അല്ലെ? കോർഡിനേറ്റ് ജോമെട്രിയിൽ പഠിച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരികയാണെങ്കിൽ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ്സ് എന്തായിരിക്കും? ജനറൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ സർക്കിളിന്റെ സെന്ററിന്റെ കോർഡിനേറ്റ് എന്തായിരിക്കും? -g ആൻഡ് -f ആണ്. അപ്പോൾ ഇവിടെ എന്താണ്? g എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ അതായത് -g ആണ്. സോ ഇവിടെ +g ആണ്, +g ആണ് -1/4. അപ്പോൾ എന്ത് വരും? -g ആവുമ്പോൾ +1/4 എന്ന് കിട്ടും. ദെൻ f എന്ന് പറയുന്നത് 3/8 ആണ്, -f ആവുമ്പോൾ -3/8. ഓക്കെ, അപ്പോൾ അതങ്ങനെ കിട്ടി. അപ്പോൾ നമ്മൾ ആ ഓപ്ഷൻ വരുന്നത് ഏതാണ്? അതായത് 4ന്റെ ജിന്റെ വാല്യൂ 1/4, എഫിന്റെ വാല്യൂ -3/8. ഓക്കെ, അപ്പോൾ ഇതല്ലേ സി അല്ലേ? 1/4, -1/3. ഇവിടെ റേഡിയസ് എന്താണ്? എല്ലാത്തിൻ്റെയും സെയിം ആണ്, √109/8. അപ്പോൾ നമുക്ക് റേഡിയസ് കാണുന്നില്ല. ഇവിടെ എല്ലാം റേഡിയസ് സെയിം റേഡിയസ് ആണ് തന്നിട്ടുള്ളത്. ഈ സെന്റർ മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ സെന്ററിൽ എന്ത് ചെയ്യാം? ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഇനി എക്സാം ആകുമ്പോൾ ടൈം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ റേഡിയസ് എല്ലാം സെയിം ആണ് തന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഈ സെന്റർ മാത്രം കണ്ടുപിടിച്ചിട്ട് ഏതാണോ കറക്റ്റ് ആൻസർ അത് എഴുതി വെക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? -g, -f എന്താ കിട്ടുന്നത്? 1/4 -3/8. അപ്പോൾ അതേതാണ്? ഓപ്ഷൻ സി ആണ് കിട്ടുന്നത്. ഇനി റേഡിയസ് എങ്ങനെയാണ് കാണുന്നത്? റേഡിയസ് കാണാനുള്ള ഇക്വേഷനാണ് √g² + f² - c. അപ്പോൾ നമ്മൾ g എന്ന് പറയുന്നത് 1/4 സ്ക്വയർ, f എന്ന് പറയുന്നത് ഇവിടെ -1/4 ആണ്. ഇവിടെ എന്ത് കിട്ടും? 3/8² -3/2. അത് സോൾവ് ചെയ്യുമ്പോൾ √109/8. അപ്പോൾ അധികം നിങ്ങൾക്ക് അങ്ങനെ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ, സെൻറ്ററും റേഡിയസും കാണാനുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അധികം റേഡിയസ് സെയിം ആക്കിയിട്ട് തരും, സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് ആയിരിക്കും ഡിഫറെൻ്റ് ആയിട്ട് തരിക. അപ്പോൾ എന്ത് ചെയ്യാം? സെൻറ്ററിൻ്റെ കോർഡിനേറ്റ്സ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഗിവൺ ഓപ്ഷൻ നോക്കുക. അപ്പോൾ റേഡിയസ് എല്ലാം സെയിം ആണെങ്കിൽ സെൻറ്റർ മാത്രം കണ്ടുപിടിച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം? ഗിവൺ ഓപ്ഷൻ ഏതാ നോക്കിയിട്ട് കറക്റ്റ് ഓപ്ഷൻ എഴുതി വയ്ക്കാം. ഇവിടെ ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. ക്ലിയർ അല്ലേ?
4 ആൻഡ് -3/8 1/4 ആൻഡ് -3/8 വരുന്നത് ഓപ്ഷൻ സിയിലാണ്. ഓക്കെ, അത് മനസ്സിലായില്ലേ? സെൻറ്റർ ആൻഡ് റേഡിയസ് ഓഫ് ദ സർക്കിൾ, ഇത് ജനറൽ ഫോം ഓഫ് ദ സർക്കിൾ ആണ്. സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, അതിനെ ജനറൽ ഫോം ഓഫ് ദ സർക്കിൾ ആക്കിയിട്ട് എഴുതിയിട്ട് കമ്പയർ ചെയ്യാം. ഈ ടേംസ് ആ ടേംസായിട്ട് കമ്പയർ ചെയ്തിട്ട് എഴുതാം, സെൻറ്റർ കണ്ടുപിടിക്കാം. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട്. The equation of the circle whose center is 3, 4 and radius is 5. അതായത് ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ആണ് കാണാൻ പറഞ്ഞത്. സർക്കിളിന്റെ സെന്റർ എത്രയാണ്? 3/4 ആണ്, റേഡിയസ് 5 ആണ്. സോ ഇത് ഡയറക്റ്റ് ഇക്വേഷൻ വെച്ച് ചെയ്യണതാണ്. എന്താണ് സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ സർക്കിൾ? എന്താണ്? x minus h whole square plus y minus k whole square is equal to a square ആണ്. where center is hk and radius is a. അതായത് സെന്ററിലെ കോർഡിനേറ്റ്സ് h and k ആണ്, റേഡിയസ് a ആണെങ്കിൽ സ്റ്റാൻഡേർഡ് ഫോം ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത് എന്താണ്? x minus h whole square plus y minus k whole square is equal to a square. അപ്പോൾ ഇവിടെ നമുക്ക് റേഡിയസും തന്നിട്ടുണ്ട്, സെന്ററും തന്നിട്ടുണ്ട് അല്ലേ? സെന്റർ എന്ന് പറയുന്നത് 3 and 4 ആണ്, 3, 4 ആണ്. റേഡിയസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടില്ലേ? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കിട്ടില്ലേ? അപ്പോൾ എന്ത് ചെയ്യാം, ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. h എന്ന് പറയുന്നത് 3, y എന്ന് പറയുന്നത് 4. സോ x minus 3 whole square plus y minus 4 whole square is equal to 5 square. ഇതിനെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? x square minus 6x plus 9 plus y minus 4 whole square എന്താവും? y square minus 8y plus 60 is equal to 25. ഇതെന്ത് കിട്ടും? ഇനി ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യാം. x square plus y square minus 6x minus 8y 9 plus 16 25 കിട്ടും, equal to 25. Then ഈ 25 ഇപ്പുറത്തോട്ട് എടുക്കുമ്പോൾ എന്ത് വരും? x square plus y square minus 6x minus 8y is equal to 0. നമ്മൾ ഓപ്ഷൻ നമ്പർ സി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ എന്തായി? ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ കിട്ടിയില്ലേ? അതായത് റേഡിയസും തന്നിട്ടുണ്ട്, സെൻറ്റർ കോർഡിനേറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ഫോം എന്താണ് സർക്കിളിൻ്റെ? x minus h whole square plus y minus k whole square equal to a square. ആ ഇക്വേഷനിൽ ഡയറക്റ്റ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് സർക്കിൾ കിട്ടും. ഓക്കെ, ക്ലിയർ അല്ലേ? തേർഡ് ക്വസ്റ്റ്യനിലെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡ് ക്വസ്റ്റ്യനും തേർഡ് ക്വസ്റ്റ്യനും ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ദ ആംഗിൾസ് ബിറ്റ്വീൻ ദ ലൈൻസ് 2x plus 3y equal to 4 and 3x minus 2y is equal to 7 is. അതായത് ഇവിടെ രണ്ട് ലൈന് തന്നിട്ടുണ്ട്. ഈ രണ്ട് ലൈനിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് കാണേണ്ടത്. ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് 2x plus 3y equal to 4ഉം സെക്കൻഡ് ലൈൻ എന്ന് പറയുന്നത് 3x minus 2y equal to 7ഉം ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യാം? ഇത് രണ്ടിൻ്റെ ഇടയിലുള്ള ആംഗിൾ ആണ് കണ്ടത്. അപ്പം നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്താണ്? ഇക്വേഷൻ ഓഫ് അതായത് ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് സ്ലോപ്സ് m1 ആൻഡ് m2. അതായത് രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ, പക്ഷെ ആ ലൈനിൻ്റെ സ്ലോപ്പാണ് തന്നിട്ടുള്ളത്. രണ്ട് ലൈനിൻ്റെ സ്ലോപ്പ് തന്നിട്ടുണ്ട്. ദെൻ എന്ത് ചെയ്യാം? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ആണ് കാണേണ്ടത്. അതാണ് നമുക്ക് അറിയുന്ന ഫോർമുല. അപ്പോൾ ഇവിടെ എന്താണ്? രണ്ട് ലൈൻസ് തന്നിട്ടുണ്ട്, അതിന് നമുക്ക് സ്ലോപ്പ് കണ്ടൂടെ? ഇവിടെ രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. സോ അത് നമുക്ക് സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കണ്ടിട്ട് എന്ത് ചെയ്യാം? ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ഇഫ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് വിത്ത് സ്ലോപ്സ് m1 ആൻഡ് m2. രണ്ട് ലൈൻസ് ഉണ്ട്, അതിൻ്റെ സ്ലോപ്സ് m1 ആൻഡ് m2 ആണ്. അപ്പം അതിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയാണ്? തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫോർമുല? ടാൻ തീറ്റ is equal to m1 minus m2 by 1 plus m1 into m2 ആണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് സ്ലോപ്പ് അല്ല തന്നിട്ടുള്ളത്, ഇക്വേഷൻ ഓഫ് ദ ലൈൻ ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ ഓഫ് ദ ലൈൻ തന്നിട്ടുണ്ട്. സോ അതിന് നമ്മൾ സ്ലോപ്പ് കാണാം. സ്ലോപ്പ് കണ്ടിട്ട് അപ്പോൾ m1 m2 കിട്ടൂലേ? എന്നിട്ട് എന്ത് ചെയ്യാം? ഈ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊരു ചെറിയ ആപ്ലിക്കേഷൻ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ടെക്സ്റ്റിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഇല്ലായിരുന്നു തോന്നുന്നു, എക്സാമ്പിൾ പ്രോബ്ലം ഒന്നുമില്ല. അപ്പോൾ ചെറുതായിട്ടൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് വേണം ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? ഇക്വേഷൻ ഓഫ് ലൈൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് എന്താണ്? L1 is equal to 2x plus 3y equal to 4 ആണ്. അതിന് ഇക്വേഷൻ ഓഫ് ലൈൻ എന്താണ്? y equal to സ്റ്റാൻഡേർഡ് ഫോം എന്താണ്? ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ y equal to mx plus c ആണ് അല്ലേ?
അപ്പോൾ ആ ഫോമിൽ എഴുതുമ്പോൾ എന്ത് കിട്ടും? 3y is equal to minus 2x plus 4 which is equal to y is equal to minus 2 by 3x plus 4 by 3 എന്ന് കിട്ടും. അതായത് y equal to mx plus c എന്നുള്ള ഫോമിൽ എഴുതാണ്. y equal to mx plus c. അപ്പം എന്ത് കിട്ടി? m എന്ന് പറയുന്നത് എന്താണ്? minus 2 by 3x plus c എന്ന് പറയുന്നത് 4 by 3 ആണ്. ക്ലിയർ അല്ലേ? ഇതേപോലെ തന്നെ നമ്മൾ സെക്കൻഡ് ലൈനിൻ്റെ ഇക്വേഷൻ എഴുതാണ്. എന്താ കിട്ടുക? 3x minus 2y equal to 7 ആണ്. സോ അതിന് 2y is equal to 3x minus 7 എന്ന് കിട്ടി, which is equal to y is equal to 3 by 2 into x minus 7 by 2 എന്ന് കിട്ടി. അപ്പോൾ ഇതിൻ്റെ സ്ലോപ്പ് എത്രയാണ്? m2 എന്ന് പറയുന്നത് എത്രയാണ്? 3 by 2 ആണ്. ഇവിടെ m1 എന്ന് പറയുന്നത് എത്രയാണ്? minus 2 by 3 ആണ്. ഇതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. സ്ലോപ്പ് ഓഫ് ദ ലൈൻ ഇത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണം കേട്ടോ. സ്ലോപ്പ് ഓഫ് ദ ലൈൻ L1 is equal to m1 which is equal to minus 2 by 3. m1 which is equal to minus 2 by 3 and m2 is equal to 3 by 2. Okay, then നമ്മുടെ ഫോർമുല എന്തായിരുന്നു? tan theta is equal to mod m1 minus m2 divided by 1 plus m1 m2 ആയിരുന്നു നമ്മുടെ ഫോർമുല അല്ലേ? എന്ത്? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് കാണാനുള്ള ആംഗിൾ തീറ്റ ആണെങ്കിൽ രണ്ട് ലൈൻസിൻ്റെ ഇടയിലുള്ള ആംഗിൾ എന്തായിരുന്നു? ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് എന്തായിരുന്നു? വിത്ത് സ്ലോപ്പ് m1 ആൻഡ് m2 എന്തായിരുന്നു ഫോർമുല? tan theta is equal to modulus of m1 minus m2 divided by 1 plus m1 into m2. അപ്പോൾ നമുക്ക് m1 ഉം m2 വാല്യൂ കിട്ടിയിട്ടുണ്ട് അല്ലേ? m1ൻ്റെയും m2ൻ്റെയും വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മോഡുലസ് ഓഫ് minus 2 by 3 minus 3 by 2 divided by 1 plus minus 2 by 3 into 3 by 2. അപ്പോൾ ഇവിടെ എന്താണ്? ഈ 2 ക്യാൻസലായി, 3 ക്യാൻസലായി. ബാക്കി എന്താ ഉണ്ടാവുക? 1 minus 1 എന്നുണ്ടാവും. 1 minus 1 എന്താണ്? 0 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ എന്ത് വരും? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ minus 13 by 6 എന്ന് വരും ഡിവൈഡഡ് ബൈ 0. അതായത് എനി നമ്പർ ഡിവൈഡ് ബൈ എനിത്തിങ് ഡിവൈഡഡ് ബൈ 0 എന്താണ്? അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ tan theta is equal to എന്താ കിട്ടുക? അൺഡിഫൈൻഡ് എന്ന് കിട്ടി. tan theta, ടാൻ്റെ വാല്യൂ അതായത് തീറ്റാൻ്റെ വാല്യൂ എപ്പോഴാകുമ്പോഴാണ് അൺഡിഫൈൻഡ് ആവുക? തീറ്റാൻ്റെ വാല്യൂ π/2 ആകുമ്പോൾ, tan π/2 ആകുമ്പോഴല്ലേ അൺഡിഫൈൻഡ് ആവുക അല്ലേ? tan 90 ഡിഗ്രി അൺഡിഫൈൻഡ് ആണ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി ആണ്. സോ നമുക്ക് എന്ത് കിട്ടും? tan theta എന്ന് പറയുന്നത് എന്താണ്? തീറ്റ എന്ന് പറയുന്നത് എന്താണ്? π/2 ആണ്. ആംഗിൾ നമ്മൾ എടുക്കുന്ന ആംഗിൾ ആയിരുന്നില്ലേ തീറ്റ? സോ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? π/2. tan theta is equal to അൺഡിഫൈൻഡ് എന്ന് കിട്ടി. സോ എന്ത് എഴുതാം? തീറ്റ is equal to π/2. അപ്പോൾ π/2 എന്നുള്ളത് ഏത് ഓപ്ഷനാണ്? ഓപ്ഷൻ എ ആണ്. ക്ലിയർ അല്ലേ? ഇവിടെ നോക്കിക്കേ, π/2 ഓപ്ഷൻ എ അല്ലേ? അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇവിടെ ഡയറക്റ്റ് സ്ലോപ്പ് തന്നിട്ടുണ്ടെങ്കിൽ ഇക്വേഷനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് എഴുതാം. ഇവിടെ രണ്ട് ലൈനിൻ്റെ ഇക്വേഷനാണ് തന്നിട്ടുള്ളത്. സോ ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് അതിൻ്റെ y equal to mx plus c എന്നുള്ള ഫോമിലേക്ക് ആക്കിയിട്ട് സ്ലോപ്പ് കാണാം. m1 ആൻഡ് m2 കണ്ടു. ദെൻ നമ്മൾ എന്ത് ചെയ്യാം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ ചെയ്ത് കിട്ടുമ്പോൾ ഇവിടെ tan theta is equal to അൺഡിഫൈൻഡ് ആണ്. അപ്പോൾ tan thetaൻ്റെ വാല്യൂ എപ്പോഴാണ് അൺഡിഫൈൻഡ് ആവുക? തീറ്റ π/2 ആകുമ്പോൾ. അപ്പോൾ തീറ്റ is equal to π/2. അതായത് നമ്മൾ ഓപ്ഷൻ നമ്പർ എ. ക്ലിയർ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. 3ലും 2ലും എന്തുണ്ടായിരുന്നു? ഓർ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? അതും പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.